തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലാണ് കോൺഗ്രസ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് നേടി അധികാരത്തിൽ വരും എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത്. ടീം UDF ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയാൽ മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള 140 മണ്ഡലങ്ങളിൽ 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരാൻ കഴിയുമെന്ന ഒറ്റക്കെട്ടായുള്ള ആത്മവിശ്വാസമാണ് കോൺഗ്രസ് UDF നേതാക്കന്മാർ പങ്കുവെക്കുന്നത്. രാഷ്ട്രീയ പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിലായിരിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരിനെതിരായ സമരം കോൺഗ്രസ് കടുപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലോക്ഭവന് മുന്നിൽ, അതായത് ഗവർണറുടെ വസതിക്ക് മുന്നിൽ കേന്ദ്ര സർക്കാരിനെതിരായ രാപ്പകൽ സമരം നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന്റെ ഒന്നാം നിര, രണ്ടാം നിര നേതാക്കന്മാർ മുഴുവൻ ആ സമരത്തിൽ മുഴുവൻ സമയവും പങ്കെടുത്തു എന്നതാണ് പ്രത്യേകത. ഇനി സംസ്ഥാന സർക്കാരിനെതിരായ പ്രചരണവും സമരങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ പോഷക സംഘടനകളായ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങാൻ പോവുകയാണ്. അതിനൊപ്പം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന കേരള യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. സപ്തഭാഷാ സംഗമഭൂമിയായ കന്നഡയും കൈരളിയും കൈകോർക്കുന്ന, നേത്രാവതി പുഴയും കേരളവും കൈകോർക്കുന്ന കാസർഗോഡിന്റെ മണ്ണിൽ ഫെബ്രുവരി 6 വെള്ളിയാഴ്ച വി.ഡി. സതീശന്റെ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഫെബ്രുവരി 6 വൈകിട്ട് 4 മണിക്ക് മഞ്ചേശ്വരം കുമ്പളയിൽ ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് രാഷ്ട്രീയ കേരളം ഈ യാത്രയെ നോക്കിക്കാണുന്നത്. ഫെബ്രുവരി 6 തുടക്കം കുറിച്ച മാർച്ച് മാസം 6 വെള്ളിയാഴ്ച ഈ യാത്ര സമാപിക്കുമ്പോൾ വലിയ ആവേശത്തോടു കൂടിയാണ് കോൺഗ്രസ് ക്യാമ്പ് അല്ലെങ്കിൽ UDF ക്യാമ്പ് ഈ യാത്രയെ നോക്കിക്കാണുന്നത്. മാർച്ച് മാസം 6 തീയതി അനന്തപത്മനാഭന്റെ മണ്ണിൽ പുത്തരിക്കണ്ടം മൈതാനത്ത് വി.ഡി. സതീശന്റെ യാത്ര സമാപിക്കുമ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ മാറ്റത്തിന്റെ കാറ്റ് വീശുമെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെയും UDF നേതാക്കന്മാരുടെയും അവകാശവാദം. എന്തായാലും വലിയ തെരഞ്ഞെടുപ്പ് ആവേശം കോൺഗ്രസ് അതിന്റെ ഉച്ചസ്ഥായിലേക്ക് പ്രവർത്തകന്മാർക്കിടയിൽ എത്തിച്ചു നൽകുകയാണ്. താഴെത്തട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കാൻ മുഴുവൻ ബൂത്ത് കമ്മിറ്റികൾക്കും കോൺഗ്രസ് നിർദ്ദേശം നൽകി. വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ച് ബൂത്ത് കമ്മിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബൂത്ത് കമ്മിറ്റി രൂപീകരിക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. പുതിയ കൂട്ടിച്ചേർത്ത ബൂത്തുകളിൽ പുതിയ കമ്മിറ്റികൾ രൂപീകരിച്ച എണ്ണയിട്ട യന്ത്രം കണക്കെ പാർട്ടി സംവിധാനം ചലിപ്പിച്ചാൽ സംശയമൊന്നും വേണ്ട, 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതാക്കന്മാരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും ഫെബ്രുവരി മാസം 6 തീയതി വെള്ളിയാഴ്ച കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കന്മാർ അണിനിരക്കുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന കേരള യാത്രയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ കോൺഗ്രസും UDFും സ്വപ്നം കാണുന്നത് എന്താ? കേരള രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വീശി 10 വർഷമായി കേരളത്തിൽ അധികാരം കൈയാളുന്ന ഇടതുമുന്നണിയെ CPMനെ അധികാരത്തിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കുന്ന യാത്രയായിരിക്കുമോ ഇതെന്നാണ് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ചോദിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിഷയങ്ങളും തുറന്നു കാണിച്ചുകൊണ്ട് ഈ യാത്രയുമായി കോൺഗ്രസും UDFും മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് എന്താണ്? UDFന്റെ ലക്ഷ്യം എന്താണ്? 110 സീറ്റ് നേടി അധികാരത്തിൽ വരാൻ കോൺഗ്രസിനും UDFിനും കഴിയുമോ? വിശദമായി പരിശോധിക്കാം നമുക്ക്. സൗവർണിക PS ആണ് കൂടിയുള്ളത്. എന്താണ് ഈ രാഷ്ട്രീയ യാത്രയോടുകൂടി കോൺഗ്രസും UDFും ലക്ഷ്യം വെക്കുന്നത്? വി.ഡി. സതീശന്റെ ഈ പ്രചരണായുധത്തിന്റെ പിന്നിലെ തിരക്കഥ എന്താണ്? അല്ല, നമുക്കറിയാം എന്താണ് ടീം UDFന്റെ ലക്ഷ്യം വളരെ വലുതാണ്. 140-ൽ 100 സീറ്റിലധികം സീറ്റ് ലഭിക്കുമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അല്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. ഇങ്ങനെ ഒരു പ്രസ്താവന പറയുമ്പോൾ വെറുതെ ഇരുന്നാൽ ഒരിക്കലും UDFന് 100 സീറ്റ് കിട്ടില്ല. നമുക്കറിയാം, ഈ പറയുന്ന പോലെ വയനാട് ചുരമിറങ്ങുമ്പോൾ ഒരേ മനസ്സോടെയാണ് ഇറങ്ങിയത്. അതുപോലെ ഒരുപാട് പദ്ധതികളും അവർ ആവിഷ്കരിച്ചിരുന്നു. എന്താണ് ഈ കോൺഗ്രസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ UDF ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു മാറ്റമായിരിക്കും കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ എന്താണ് നമുക്കറിയാം, ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു UDFനെയാണ് കണ്ടത്. ഒരു ഐക്യം, എന്താണ് സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കുന്നു, പടല പിണക്കങ്ങളില്ല, പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളില്ല. ഇത്തരത്തിൽ ആദ്യമായിട്ടായിരിക്കും UDF മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയാണ് എന്താണ് ആ ഒരു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു. അപ്പൊ അതേ രീതിയിലായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ പറഞ്ഞ പോലെ രാപ്പകൽ സമരം ഉണ്ടായിരുന്നു. അതിന് നല്ല ജനപിന്തുണ ലഭിച്ചു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോ എന്താണ് ടാഗ് ലൈൻ കൊടുക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കാണ് മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്തുനിന്ന്. അത് ടാഗ് ലൈൻ ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നു. എന്താണ് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ എല്ലാം കുറച്ചുകൂടി ആക്റ്റീവ് ആകാൻ പോകുന്നു. അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ടീം UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ യാത്ര. എന്താണ് ഈ പറയുന്ന പോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. ഈ പറയുന്ന പോലെ നവകേരള സദസ് വലിയ ബിൽഡപ്പ് കൊടുത്തുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വന്നതുപോലെ ഒരു യാത്ര ആയിരിക്കില്ല ഇത്. നമുക്ക് പറയാം, ഭാരത് ജോഡോ യാത്രയ്ക്ക് കിട്ടിയ സ്വീകാര്യത നമുക്കറിയാം. എനിക്ക് തോന്നുന്നു കേരളത്തെ ഇളക്കി മറിച്ചൊരു യാത്രയായിരുന്നു ഭാരത് ജോഡോ യാത്ര.
പിന്നീട് ഒരു യാത്രയും അല്ലെങ്കിൽ പിന്നീട് ഒരു പാർട്ടികളുടെ യാത്രയും അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെയും യാത്ര അത്രത്തോളം കേരളത്തിലെ ജനങ്ങളെ ആകർഷിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം അത്തരത്തിലൊരു യാത്രയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് വെറുമൊരു യാത്രയല്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള യാത്രയായിട്ടല്ല ഇതിനെ കാണുന്നത്. ജനങ്ങളോട് സംസാരിക്കാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, ഇതിനൊക്കെ അപ്പുറം ശബരിമല കൊള്ളയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യഥാർത്ഥ മുഖം പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ കൂടിയാണ് ഈ യാത്ര നടത്താൻ വേണ്ടി വി.ഡി. സതീശൻ ഉദ്ദേശിക്കുന്നത്. ഭാരത് ജോഡോ യാത്രയ്ക്ക് കേരളത്തിൽ കിട്ടിയ ഒരു സ്വീകാര്യതയുണ്ട്. അതേ സ്വീകാര്യത ഈ യാത്രയ്ക്ക് കിട്ടുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. ഈ പറയുന്ന പോലെ ഇപ്പൊ തങ്ങൾക്കൊപ്പമാണ്, അല്ലെങ്കിൽ കേരളത്തിന്റെ മനസ്സ് ഒരു UDFന് അനുകൂലമായ മനസ്സാണെന്നാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വ്യക്തമാക്കുന്നത്. അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങളും നിലപാടുകളും അതിന്റെ തെറ്റുകളും എല്ലാം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക. ഈ യാത്ര കഴിയുമ്പോൾ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് അനുകൂലമായ ഒരു മണ്ണ് താൻ പറഞ്ഞതുപോലെ 100 സീറ്റിന് അപ്പുറം എത്തിക്കാൻ കഴിയുന്ന ഉറച്ച വിശ്വാസത്തിലാണ് ടീം UDFും വി.ഡി. സതീശനും. തീർച്ചയായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐതിഹാസിക വിജയമാണ് കോൺഗ്രസും UDFും നേടിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ വലിയ മുന്നേറ്റം, പാർട്ടി ഗ്രാമങ്ങളിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ CPMന് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല. അവിടെ മികച്ച മുന്നേറ്റമാണ് കോഴിക്കോട്ട് CPM നടത്തിയത്. എറണാകുളം കോർപ്പറേഷനും തൃശൂർ കോർപ്പറേഷനും കോൺഗ്രസ് തിരിച്ചുപിടിക്കുന്ന സാഹചര്യമുണ്ടായി. കൊല്ലം കോർപ്പറേഷൻ ആദ്യമായി കോൺഗ്രസ് ജയിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ 3 കോർപ്പറേഷനുകളും ഘടകകക്ഷികളുടെ പോലും പിന്തുണ കോൺഗ്രസിന് വേണ്ട എന്നതാണ് ഈ ഒരു യാഥാർത്ഥ്യം. 3 കോർപ്പറേഷനും ഘടകകക്ഷികളുടെ പിന്തുണയില്ലാതെ തന്നെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസിന് ഉണ്ടാകുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മികച്ച മുന്നേറ്റം, കഴിഞ്ഞ തവണത്തെ സീറ്റ് ഇരട്ടിയാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്ത്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് പിടിച്ചെടുക്കുന്നു. മലപ്പുറത്ത് കോൺഗ്രസിന് UDFന് പ്രതിപക്ഷമില്ലാത്ത തരത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നു. എറണാകുളത്ത് കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസിന് ഉണ്ടാകുന്നു. കോട്ടയവും ഇടുക്കിയും അടക്കം ജില്ലാ പഞ്ചായത്തുകൾ കോൺഗ്രസ് തിരിച്ചുപിടിക്കുന്ന, പത്തനംതിട്ടയടക്കം കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് തിരിച്ചുപിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് വലിയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായത്. ആ മുന്നേറ്റത്തിന്റെ ചുവട് പിടിച്ചാണ് ഇത്തരമൊരു യാത്രയുമായി കോൺഗ്രസ് കടന്നു വരുന്നത്, UDF കടന്നു വരുന്നത്. ഈ യാത്രയുമായി UDF കടന്നു വരുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായ വലിയ വികാരം ഈ യാത്രയ്ക്കകത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. സംസ്ഥാന സർക്കാരിനെതിരെ ശബരിമല, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കേരളം ചർച്ച ചെയ്തുകൊണ്ട വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാനുള്ള സാഹചര്യം ഈ യാത്രയ്ക്കകത്ത് കോൺഗ്രസ് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വി.ഡി. സതീശന്റെ യാത്ര ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസ് UDF ക്യാമ്പ് നോക്കിക്കാണുന്നത്. മറുഭാഗത്ത് ഇടതുമുന്നണിയുടെ 3 മേഖലാ ജാഥകൾ നടക്കുന്നുണ്ട്. MV ഗോവിന്ദൻ മാസ്റ്ററും അതോടൊപ്പം ബിനോയ് വിശ്വവും ജോസ് കെ മാണിയും നടക്കുന്ന 3 ജാഥകൾ നടത്തുന്നുണ്ട്. ആ ജാഥക്ക് ബദലായിട്ടാണ് UDFന്റെ ഈ കേരള യാത്ര ഫെബ്രുവരി മാസം 6-ാം തീയതി സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും ആരംഭിക്കുന്ന മഞ്ചേശ്വര അസംബ്ലിയിലെ കുമ്പളയിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. അതായത് കേരളവും കർണാടകയും അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് കുമ്പള. കുമ്പളയിൽ നിന്ന് യാത്ര ആരംഭിച്ച തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കുകയാണ്. ഈ യാത്ര സമാപിക്കുന്നത് എല്ലാ ജില്ലകളിലും യാത്ര പര്യടനവുമായി എത്തുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി കോൺഗ്രസ് ഈ യാത്രയെ നോക്കിക്കാണുന്നു. എല്ലാ ജില്ലകളിലും ഈ യാത്ര എത്തുമ്പോൾ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം, കോൺഗ്രസും UDFും പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം കൂടി ഈ യാത്രയ്ക്കകത്തുണ്ട്. കോൺഗ്രസിന്റെയും UDFന്റെയും സമുന്നതരായ നേതാക്കന്മാർ ഈ ജാഥകളിലെ അംഗങ്ങളാണ്. അതോടൊപ്പം തന്നെ ദേശീയ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ ഈ ജാഥയിൽ പങ്കാളികളാവുകയാണ്. കാസർഗോഡ് ഫെബ്രുവരി 6 വെള്ളിയാഴ്ച വൈകിട്ട് ആണ് മഞ്ചേശ്വരത്ത് ഉദ്ഘാടനം. ഫെബ്രുവരി 7 ശനിയാഴ്ച ഉദുമയിലും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും ഈ 3 സ്വീകരണം. പിന്നീട് യാത്ര അന്ന് തന്നെ കണ്ണൂർ ജില്ലയിലേക്ക് കടക്കുന്നു. കണ്ണൂരിൽ പയ്യന്നൂര്, അതോടൊപ്പം തന്നെ തളിപ്പറമ്പ്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഫെബ്രുവരി 7 പര്യടനം നടത്തുന്നു. ഫെബ്രുവരി 8 യാത്രയില്ല. ഫെബ്രുവരി 9 കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി, പാനൂര്, മട്ടന്നൂര്, ശ്രീകണ്ഠാപുരം, ഇരിട്ടി എന്നിവിടങ്ങളിൽ ഫെബ്രുവരി 9 യാത്രയ്ക്ക് സ്വീകരണം നൽകുകയാണ്. ഫെബ്രുവരി 10 ചൊവ്വാഴ്ച വയനാട് ജില്ലയിലാണ് യാത്രയുടെ പര്യടനം നടക്കുന്നത്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ എന്നിവിടങ്ങളിലാണ് ഫെബ്രുവരി 10 യാത്ര പര്യടനം. ഫെബ്രുവരി 11 ബുധനാഴ്ച വീണ്ടും കോഴിക്കോട് ജില്ലയിലേക്ക് ഈ യാത്ര കടക്കുകയാണ്. മലബാറിന്റെ ആസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന കോഴിക്കോട് ജില്ലയിലേക്ക് യാത്ര കടക്കുമ്പോൾ കുറ്റ്യാടി, നാദാപുരം, വടകര, പേരാമ്പ്ര, കൊയിലാണ്ടി, ബാലുശ്ശേരി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. ഫെബ്രുവരി 12 കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, കുന്ദമംഗലം, നരിക്കുനി, കാക്കൂര്, മുതലക്കുളം മൈതാനം യാത്ര സമാപിക്കുകയാണ്. മുതലക്കുളം മൈതാനത്ത് വലിയ സമ്മേളനത്തോടു കൂടിയാണ് യാത്ര സമാപിക്കുന്നത്. കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ ഈ 3 നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകന്മാർ പങ്കെടുക്കുന്ന വലിയ റാലിയോടുകൂടിയാണ് കോഴിക്കോട്ടെ സമാപനം. ഫെബ്രുവരി 13 വെള്ളിയാഴ്ച മലപ്പുറം ജില്ലയിലെ യാത്ര പ്രവേശിക്കുമ്പോൾ കൊണ്ടോട്ടി, അരീക്കോട്, നിലമ്പൂര്, വണ്ടൂര്, മഞ്ചേരി, മലപ്പുറം ഈ
നിയോജകമണ്ഡലിൽ പര്യടനം നടത്തുന്നു. മലപ്പുറത്തെ സമാപന സമ്മേളനത്തിൽ മലപ്പുറം, മങ്കട, പെരിന്തൽമണ്ണ ഈ 3 നിയോജകമണ്ഡലിലെ ആളുകളാണ് പങ്കെടുക്കുന്നത്. ഫെബ്രുവരി 14 മലപ്പുറത്താണ് പര്യടനം. വേങ്ങര, കാടപ്പടി, തിരൂരങ്ങാടി, താനൂര്, തിരൂര്, എടപ്പാളിൽ സമാപന സമ്മേളനത്തിൽ കോട്ടക്കല്, പൊന്നാനി, തവനൂർ ഈ 3 നിയോജകമണ്ഡലങ്ങളിലെ ആളുകൾ പ്രവർത്തകർ പങ്കെടുക്കും. ഫെബ്രുവരി 16 തിങ്കളാഴ്ച പാലക്കാട് ജില്ലയിലെ തൃത്താല, പട്ടാമ്പി, ചെർപ്പുളശ്ശേരി സ്വീകരണ യോഗത്തിൽ ഷൊർണൂർ, ഒറ്റപ്പാലം എന്നീ മണ്ഡലങ്ങളിലെ പ്രവർത്തകരാണ് പങ്കെടുക്കുക. കോങ്ങാട്, മണ്ണാർക്കാട്. അതോടൊപ്പം തന്നെ 17 ആലത്തൂർ, തരൂര്, നെന്മാറ, ചിറ്റൂർ, പാലക്കാട് മലമ്പുഴയിലെ പ്രവർത്തകർ പങ്കെടുക്കുന്ന വലിയ റാലിയോടുകൂടി സമാപിക്കും. 18 ബുധനാഴ്ച തൃശ്ശൂർ, 19 തൃശ്ശൂരാണ്. ഫെബ്രുവരി 20 വെള്ളിയാഴ്ച യാത്ര എറണാകുളത്തേക്ക് കടക്കുകയാണ്. 20 21 എറണാകുളത്തെ പര്യടനത്തിന് ശേഷം 23 ഇടുക്കി ജില്ലയിലേക്കാണ് യാത്ര നടക്കുന്നത്. 23 ഇടുക്കിയിലും 24 കോട്ടയത്തും 25 കോട്ടയത്ത് യാത്രയുടെ പര്യടനം നടക്കും. 25 തന്നെ വൈകിട്ട് ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കുന്നു. 26 ആലപ്പുഴയിലാണ്. അതോടൊപ്പം തന്നെ 27 പത്തനംതിട്ടയിലും 28 കൊല്ലത്തും യാത്ര എത്തിച്ചേരും. 1-ാം തീയതി യാത്ര അവധിയാണ്. 2-ാം തീയതിയും കൊല്ലത്ത് പര്യടനം. മാർച്ച് 3 യാത്രയില്ല. മാർച്ച് 4 ബുധനാഴ്ച തിരുവനന്തപുരത്ത് പര്യടനം നടക്കുന്നു. മാർച്ച് 5 തിരുവനന്തപുരത്ത് പര്യടനം നടക്കുന്നു. മാർച്ച് 6 പുത്തരിക്കണ്ടം മൈതാനത്ത് വൈകിട്ട് 4 മണിക്ക് സമാപന സമ്മേളനം നടക്കുകയാണ്. എന്തായാലും സമാപന സമ്മേളനത്തിൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും സമ്മതിതരായ നേതാക്കന്മാർ പങ്കെടുക്കും. ദേശീയ നേതാക്കന്മാർ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കും. ഈ യാത്ര വലിയൊരു ഐതിഹാസിക യാത്രയാക്കാനുള്ള പ്രവർത്തനങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേരളം കണ്ട ഒരു മികച്ച രാഷ്ട്രീയ യാത്രയെ ഈ യാത്ര മാറുമെന്ന കാര്യത്തിലും തർക്കമില്ല.